ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. ഇന്ന് തൊട്ട് ഞങ്ങൾ രണ്ടുപേരുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഞങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നൈറ്റ് ഓഫ് ആണ്. നാളെയാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ ടയറിങ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകതയുണ്ട്. അച്ചുവിൻ്റെ ബർത്ത്ഡേയും കൂടെ ആണ്. അപ്പോൾ അച്ചുവിൻ്റെ ബർത്ത്ഡേയും പാക്കിങ്ങും എല്ലാം കൊണ്ട് ആകെ അങ്ങ് റഷായി കിടക്കുകയാണ്. ഈ ബോക്സ് നിറച്ചാണ് അച്ഛൻ ഈ പ്രാവശ്യമുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തിട്ടോ. പല ഗിഫ്റ്റും പല സമയത്തും മേടിച്ചതാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നല്ലോ. അപ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ നമുക്ക് കണ്ടാലോ. ഇഷ്ടപ്പെട്ട കളർ അച്ഛന് ആദ്യമൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് കളർ മേടിക്കും. കാരണം അച്ഛന് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കോമൺ ആയിട്ട് വരുന്നൊരു കളേഴ്സാണ്. ഗ്രീൻ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വെറൈറ്റി രീതിയിൽ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ഉള്ളത് എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഇങ്ങനത്തെ ഡിസൈനുള്ള കോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അങ്ങനെ ഉദ്ദേശിച്ചൊക്കെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ചിലത് ജിം വെയർസാണ്, അതും അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളൂ. ബാക്കി ഈ വീട്ടിലിടുന്ന ടൈപ്പും വെളിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പും. പ്രത്യേകിച്ച് ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് നാട്ടിൽ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ്. അങ്ങനെ 2-3 ഡ്രസ്സുകളൊക്കെ അങ്ങനെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി നമ്മൾ ഡ്രസ്സുകൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബോറടിക്കുമല്ലോ. പിന്നെ ഓർത്തുന്നത് പിന്നെ ക്യാപ്പും പിന്നെ ഈ ബോയ്സിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് ടൈപ്പ് അങ്ങനത്തെ മേടിക്കാന്നുള്ളത്. കാരണം നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ ബാഗ് മേടിച്ച് കഴിഞ്ഞാൽ അച്ഛന് ഗുണമാവുമല്ലോ. അപ്പം അച്ഛൻ അത് ഉപയോഗിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ട്രൈ ചെയ്യാനായിട്ടാണ് ഈ ഒരു ബാഗ് മേടിച്ചത്. പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് രീതിയിലുള്ളൊരു 1 മില്യൻ്റെ സ്പ്രേ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട് ഗിഫ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം എനിക്കൊരു സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ പാക്കിങ് നടക്കത്തില്ല, പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് നടക്കത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ഉറക്കം അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്യാമെന്ന് വെച്ചു. അച്ചു ഒരു 1-2 മണിക്കൂർ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ 3 ദിവസം നൈറ്റും കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ നിന്ന് അലക്കിയ തുണികളെല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് വെച്ചു. കാരണം ഇന്നത്തെ ദിവസം നമുക്കിനി തുണി അലക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സസും കാര്യങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ചകത്ത് പെട്ടിക്കകത്ത് കെട്ടി വെക്കാന്നുള്ള രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് കേട്ടോ ഞാൻ ഓണത്തിന് ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം വെക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കടയിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം നമുക്ക് ചോക്ലേറ്റ്സും അങ്ങനത്തെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചു. അപ്പം ഞാനും അച്ചുവും എബ്രാം ചേട്ടനും കൂടെ ഒരുമിച്ചാണ് കടയിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് അസ്തയിലാണ്. അസ്തയിൽ നിന്ന് പിന്നെ നമുക്കങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടുന്നതുകൊണ്ട് അങ്ങനെ നേരെ അസ്തയിലോട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ ഈ ചോക്ലേറ്റ്സും പിന്നെ ഈ മറ്റേ വാഷിംഗ് ലിക്വിഡ്സും കാര്യങ്ങളും അതെല്ലാം ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം കിട്ടി കഴിഞ്ഞിട്ട് ഇന്നത്തെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ആ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടോ. ഇതിൽ മിക്കതും നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ഫുള്ള് സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ ഫുഡ് ഐറ്റംസൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇന്ന് നമ്മൾ കുക്കൊന്നും ചെയ്യുന്നില്ല, ഉള്ള ഫുഡും വെച്ച് മാത്രമാണ് കഴിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ പോയത് ഗ്രേപ്പ് ട്രീ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. അവിടെ നിന്നാണ് ഈ നട്ട്സും പിസ്തയും സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മുടെ ഷോപ്പിംഗ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് സിഗ്നേച്ചറിൽ പോകുന്നത്. അപ്പം സിഗ്നേച്ചറിൽ നിന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി, പിന്നെ നൂഡിൽസ്, പിന്നെ പൊറോട്ട, ബീഫ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ടെൻഡർ ജൽസിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 1 വർഷം ആയെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. ഇത്രയും നാളെ ഷെഫീൽഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ടെൻഡർ ജൽസിൽ വന്ന ശേഷം നമ്മളങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ സിഗ്നേച്ചർ എബ്രാം ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സിഗ്നേച്ചറിൽ പോയത്. അങ്ങനെ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അതെല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ പാക്കിംഗ് ഒക്കെ തുടങ്ങണം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം 2 വലിയ പെട്ടിയും 2 കുഞ്ഞു പെട്ടിയുമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം ഒരു രീതിയിലെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പെട്ടികളും കോമൺ ആയിട്ട് ഞാൻ ഡ്രസ്സുകൾ വെക്കും കേട്ടോ. ഒരു പെയർ ഓഫ് ടീഷർട്ടും പാൻറ്റും അങ്ങനത്തെ രീതിയിൽ ഞാൻ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കാറുണ്ട്. കാരണം ഇൻ കേസ് എപ്പോഴെങ്കിലും നമുക്ക് ഇട്ട ഡ്രസ്സൊന്നും എന്തെങ്കിലും ചീത്തയായാലോ അല്ല മാറേണ്ടി വല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സ് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിടാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടാനുള്ള വളയും കാര്യങ്ങളൊക്കെ
ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ട്രഡീഷണൽ വെയർസ് എനിക്ക് നല്ല രീതിയിൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ബാംഗിൾ സെറ്റ്സ് എടുത്തേക്കുന്നത്. ഞാൻ എപ്പോഴും നാട്ടിൽ പോയാലും ബാംഗിൾ സെറ്റൊക്കെ എടുക്കും. പിന്നെ കുറച്ചേറെ എപ്പോഴും ഇടുന്ന കമ്മൽ മാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബോക്സിനകത്ത്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഡ്രസ്സുകളാണെങ്കിലും കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി മിക്ക ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രസ്സ് കൊണ്ടുപോയിട്ട് പിന്നെ അത് തന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ അവിടെ തന്നെ വെക്കാനുള്ള ഒത്തിരി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം അങ്ങനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന സാധനങ്ങളുടെ അടപ്പിൽ നമുക്കിങ്ങനെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ ഈ ഹാൻഡ് വാഷ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 4 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ 4 എണ്ണത്തിന് ഞാൻ ഇങ്ങനത്തെ ഒരു അടപ്പ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ആ 2 വലിയ പെട്ടിയും 2 കുഞ്ഞു പെട്ടിയും പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പോയാൽ മാത്രം മതി. ഞാൻ ശരിക്കും 4 വീൽ കവേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ പെട്ടിയുടെ വീൽസ് ഇങ്ങനെ ഡേർട്ടി ആവാണ്ടിരിക്കാനായിട്ട് നമ്മളിങ്ങനെ കവേഴ്സ് മേടിച്ചിട്ട് അതിനെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഇങ്ങനത്തെ വീൽ ടൈപ്പ് പെട്ടികളിന് മാത്രമേ അത് ഉപയോഗം പറ്റത്തുള്ളൂ. മറ്റേ ടൈപ്പ് വീലുള്ള പെട്ടികൾക്കൊന്നും ഇത് പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഈ ഒരു പെട്ടിക്കാണ് ഞാൻ 4 മേടിച്ചിട്ടുള്ളതുകൊണ്ട് 4 വീൽസിലും അങ്ങനെ 1 വീലിലായിട്ടാണ് കയറിയിരിക്കുന്നത്. ബാക്കി 4 വീൽസിൽ അത് വന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് അച്ഛൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ എടുക്കുന്നത് ബാഗായിട്ട്. അതിനകത്താണ് ഈ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം വെക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ പാക്കിംഗ് ഒക്കെ അതിന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമയം എത്രയെന്നറിയോ? വെളുപ്പിന് 2 മണിയായിട്ടുണ്ട്. 6:30ക്കാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് അല്ല, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കവർ ചെയ്തിട്ട് ഫ്രീസറിനകത്ത് എടുത്ത് വെക്കാമെന്ന് വെച്ചു. കാരണം അതിന് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് ചീത്തയാവുമല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം കവർ ചെയ്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കെറ്റിലെ ലൈം സ്കിൻ കളയാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റീൽസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഒരു പാക്കറ്റാണ് കേട്ടോ ഇട്ട് നോക്കുന്നത്. ഒരു പാക്കറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഉടനെ തന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ലൈം സ്കെയിൽ ഫസ്റ്റ് പാക്കറ്റ് തന്നെ പോയിട്ടില്ലെങ്കിൽ സെക്കൻഡ് പാക്കറ്റ് നിങ്ങൾക്ക് പൊട്ടിച്ചിടാന്നുള്ളത്. പക്ഷേ എനിക്ക് സെക്കൻഡ് പാക്കറ്റ് പൊട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ലൈം സ്കെയിൽ ഫസ്റ്റ് പാക്കറ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഈ ഒരു സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് എപ്പോഴും ഈ ഹോം മെയ്ഡ് റെമഡീസൊന്നും നമുക്ക് പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ അതും സോർട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടിക്കകത്ത് ഞാൻ അവിടുത്തെ ഈ ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാതെ. കാരണം ഈ പെട്ടി കറങ്ങി വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാവണമല്ലോ. അങ്ങനെ ക്യൂട്ട് സ്റ്റിക്കേഴ്സും പിന്നെ 2 സ്മോൾ റിബൺ ഞാനൊന്ന് കിട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടികളൊക്കെ ഒന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റായി. പക്ഷെ ഒരു സാധനം മാത്രം നമ്മൾ ചെയ്തില്ല. എന്താണെന്ന് പറയട്ടെ, പെട്ടിയുടെ വെയിറ്റുകളൊന്നും നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ വെയിറ്റ് നോക്കുന്ന ചടങ്ങാണ് ഇനി അടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെയിങ് ബാലൻസ് ഒന്നും ഇല്ല കേട്ടോ. അത് നമുക്ക് വേറൊരു ചേട്ടനാണ് തന്നത്. അങ്ങനെ ആ ചേട്ടൻ്റെ വെയിങ് ബാലൻസ് വെച്ചിട്ട് നമ്മൾ പെട്ടിയുടെ വെയിറ്റെല്ലാം നോക്കി. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു ഡിജിറ്റൽ വെയിങ് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ തെമൂന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും മറ്റേ വെയിങ് ബാലൻസിൽ നോക്കിയ വെയിറ്റുകളെല്ലാം ഒന്ന് സെറ്റായി കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും നമുക്ക് വ്ളോഗ് എൻ്റെ ആയിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ നാളെ വേറെ ഒരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് സൈനിങ് ഓഫ്.